ഈ രീതിക്ക് മീൻകറി വെച്ച് കഴിഞ്ഞാൽ ചോറ് തീരുന്ന വഴി നമ്മൾ അറിയത്തില്ല കേട്ടോ. എന്താണെന്നല്ലേ, തേങ്ങ അരച്ച മീൻകറിയെ പറ്റിയാണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോതമീനാണ്. ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഈ കറി ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട്. ഇനി നമുക്ക് 2 കഷ്ണം കുടംപുളി വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കണേ. ഇനി പിന്നീട് വേണ്ടത് 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൊച്ചുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും കറിവേപ്പിലയുമാണ്. ഇനി മസാലയായിട്ട് വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ച് വെക്കണം ആദ്യം തന്നെ. അതിനുവേണ്ടി 2 പിടി തേങ്ങ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലകൾ പൊടികളും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല രീതിക്ക് അരച്ചെടുക്കണം. വെള്ളം കുറച്ച് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളിവെള്ളം മീൻകറിയിലേക്ക് ചേർക്കുന്നതുകൊണ്ടാണ്. ഇതുപോലെ അരച്ചെടുക്കണം നമുക്ക്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഒരേ അളവിൽ എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇവയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മണം മാറി വരുന്നതിനും വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ആ ഒരു മണം മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തേങ്ങയുടെ മിക്സർ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ആ മിക്സി കഴുകിയ വെള്ളം കൂടെ കുറച്ച് ഒഴിക്കണേ. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഉപ്പ് എപ്പോഴും നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് നോക്കിയിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം. നമുക്ക് കറി ഒന്ന് അടച്ച് വെച്ച് ഇത് നന്നായിട്ട് തിള വരുന്നതിന് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ. തിള വന്നതിന് ശേഷം നമുക്കെന്തെങ്കിൽ ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മീൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തവി വെച്ച് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ അവസരത്തിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അഥവാ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറുകണമെന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് ലോ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ സോട്ട് ചെയ്ത മുളക് പൊടി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കറിക്ക് കളറ് നൽകുന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ തേങ്ങയുടെ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി മാത്രം ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ കറിയുടെ കളറൊന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടും. എല്ലാ വീടുകളിലും പല രീതിയിലാണ് തേങ്ങ അരച്ച കറി ഉണ്ടാക്കുന്നതെങ്കിലും പൊതുവേ എല്ലാ കറിയുടെ ആത്മാവ് ഒന്ന് തന്നെ ആയിരിക്കും. ഇനിയിപ്പം ചൂട് ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.